ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം 34 മുതൽ 37 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും കൂടി തിരഞ്ഞെടുത്ത 100 ചോദ്യോത്തരങ്ങളാണ്. ചാപ്റ്റർ വൈസ് ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നിയമം പാലിക്കുന്നത് നിരവധി എന്ത് അർപ്പിക്കുന്നതിന് തുല്യമാണ്? നിരവധി ബലികൾ അർപ്പിക്കുന്നതിന്. രണ്ടാമത്തെ ചോദ്യം, കൽപ്പനകൾ അനുസരിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ്? സമാധാന ബലിക്ക് തുല്യമാണ്. മൂന്നാമത്തെ ചോദ്യം, കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് ഏതു ബലിക്ക് തുല്യമാണ്? ധാന്യബലിക്ക് തുല്യമാണ്. നാലാമത്തെ ചോദ്യം, ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് ബലി അർപ്പിക്കുന്നു? കൃതജ്ഞതാബലി അർപ്പിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, എന്തിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ്? ദുഷ്ടതയിൽ നിന്ന്. ആറാമത്തെ ചോദ്യം, ആരുടെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു? നീതിമാന്റെ ബലി. ഏഴാമത്തെ ചോദ്യം, നീതിമാന്റെ ബലിയുടെ സുഗന്ധം എങ്ങോട്ട് ഉയരുന്നു? അത്യുന്നതന്റെ സന്നിധിയിലേക്ക്. എട്ടാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ബലിയിൽ ആശ്രയിക്കരുത്? അനീതിപൂർവമായ. ഒമ്പതാമത്തെ ചോദ്യം, ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല? ദൈവഭക്തിയില്ലാത്തവൻ്റെ. പത്താമത്തെ ചോദ്യം, ദൈവഭക്തിയില്ലാത്തവൻ എത്ര ബലി അർപ്പിച്ചാലും കർത്താവ് എന്തൊക്കെ ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞത്? അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല എന്ന്. 11ാമത്തെ ചോദ്യം, ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ ആരെപ്പോലെയാണ്? പിതാവിൻ്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. 12ാമത്തെ ചോദ്യം, എന്തിൽ നിന്നുള്ള ബലി പങ്കിലമാണ്? അന്യായ സമ്പത്തിൽ നിന്നുള്ള. 13ാമത്തെ ചോദ്യം, എന്ത് സമർപ്പിക്കുമ്പോൾ ലുപ്ത് കാട്ടരുത്? ആദ്യഫലം സമർപ്പിക്കുമ്പോൾ. 14ാമത്തെ ചോദ്യം, എങ്ങനെ ഉദാരമായി കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കഴിവിനൊത്ത്. 15ാമത്തെ ചോദ്യം, എങ്ങനെ ദശാംശം കൊടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സന്തോഷത്തോടെ. 16ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് ഡാഷ് തിരികെ കൊടുക്കുക. 17ാമത്തെ ചോദ്യം, എന്ത് സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത്? കാഴ്ച സമർപ്പിക്കുമ്പോൾ. 18ാമത്തെ ചോദ്യം, ആർക്ക് സാക്ഷ്യം നൽകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ആദ്യ സൃഷ്ടികൾക്ക്. 19ാമത്തെ ചോദ്യം, ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല? നിയമനിഷേധകൻ്റെ. 20ാമത്തെ ചോദ്യം, ആര് ശത്രുവായി മാറുന്നത് മരണതുല്യമായ ദുഃഖമല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? സ്നേഹിതൻ. 21ാമത്തെ ചോദ്യം, ചില സ്നേഹിതന്മാർ കൂട്ടുകാരൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു, എന്നാൽ അവർക്ക് എന്തു വരുമ്പോൾ അവനെതിരായി അവർ തിരിയും, ആപത്ത് വരുമ്പോൾ. 22ാമത്തെ ചോദ്യം, നിന്റെ എന്ത് കാലത്ത് സ്നേഹിതനെ അവഗണിക്കരുത്? ഐശ്വര്യകാലത്ത്. 23ാമത്തെ ചോദ്യം, ദൈവഭക്തന്റെ പ്രത്യാശ ആരിലാണ്? അവൻ്റെ രക്ഷകനിൽ. 24ാമത്തെ ചോദ്യം, 34:18 വാക്യമനുസരിച്ച് ദൈവഭക്തൻ എന്ത് അറിയുന്നു? തൻ്റെ ആശ്രയം. 25ാമത്തെ ചോദ്യം, എങ്ങനെയുള്ള ഒരുവനോട് എപ്പോഴും ഒട്ടുനിൽക്കുക എന്നാണ് പറഞ്ഞത്? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട്. 26ാമത്തെ ചോദ്യം, തൻകാര്യത്തിൽ എന്തായവൻ്റെ ജ്ഞാനം അവൻ്റെ വാക്കുകളിൽ ഒതുങ്ങും? തൻകാര്യത്തിൽ ജ്ഞാനിയായവൻ്റെ ജ്ഞാനം. 27ാമത്തെ ചോദ്യം, ജ്ഞാനിയുടെ എന്തിൻ്റെ ഫലം വിശ്വസനീയമാണ്? വിവേകത്തിൻ്റെ ഫലം. 28ാമത്തെ ചോദ്യം, കാണുന്നവരെല്ലാം ജ്ഞാനിയെ എന്തു വിളിക്കും? ഭാഗ്യവാനെന്ന്. 29ാമത്തെ ചോദ്യം, ജ്ഞാനിയുടെ നാമം എന്താകും? അനശ്വരമാകും. 30ാമത്തെ ചോദ്യം, ആർക്ക് അറിവ് കുറയും? അനുഭവജ്ഞാനമില്ലാത്തവന്. 31ാമത്തെ ചോദ്യം, എന്തു ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞത്? പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ. 32ാമത്തെ ചോദ്യം, പലപ്പോഴും മാരകമായ അപകടങ്ങളിൽപ്പെട്ടപ്പോൾ എന്താണ് പ്രഭാഷകനെ രക്ഷിച്ചത്? പ്രഭാഷകന്റെ അനുഭവജ്ഞാനം. 33ാമത്തെ ചോദ്യം, ആര് വിവേകത്തോടെ സംസാരിക്കുന്നു? അനുഭവസമ്പന്നൻ. 34ാമത്തെ ചോദ്യം, എന്തു ചെയ്തിട്ടുള്ളവൻ കഴിവിട്ടവനാകുന്നു? യാത്ര ചെയ്തിട്ടുള്ളവൻ. 35ാമത്തെ ചോദ്യം, എപ്പോൾ പ്രഭാഷകൻ വളരെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്?
യാത്രയിൽ. 36-ാമത്തെ ചോദ്യം ആരുടെ പ്രതീക്ഷകൾ വ്യർത്ഥവും നിരർത്ഥകവുമാണ്? അവിവേകിയുടെ. 37-ാമത്തെ ചോദ്യം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ എന്തിനെ പിടിക്കുന്നവനെ പോലെയാണ്? നിഴലിനെ പിടിക്കുന്നവനെ പോലെ. 38-ാമത്തെ ചോദ്യം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ ആരെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുമാണ്? കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെ. 39-ാമത്തെ ചോദ്യം സ്വപ്നത്തിലെ ദർശനം എന്തിൻ്റെ പ്രതിച്ഛായ മാത്രമാണ്? യഥാർത്ഥ മുഖത്തിൻ്റെ. 40-ാമത്തെ ചോദ്യം എന്ത് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്? സ്വപ്നങ്ങൾ. 41-ാമത്തെ ചോദ്യം സ്വപ്നങ്ങളിൽ ആശ്രയിച്ചവർക്ക് എന്തു പറ്റിയിട്ടുണ്ട്? പരാജയപ്പെട്ടിട്ടുണ്ട്. 42-ാമത്തെ ചോദ്യം എല്ലാറ്റിനും ഉപരി എന്തിനു വേണ്ടി അത്യുന്നതനോട് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത്? സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിനു വേണ്ടി. 43-ാമത്തെ ചോദ്യം ആരുടെ ഉപദേശത്തേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട് എന്നാണ് പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശത്തേക്കാൾ. 44-ാമത്തെ ചോദ്യം നിന്റെ എന്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക എന്നാണ് പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൻ്റെ. 45-ാമത്തെ ചോദ്യം ആരോട് ഉപദേശം ചോദിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെ സംശയിക്കുന്നവനോട്. 46-ാമത്തെ ചോദ്യം ഉപദേശകന്റെ ഉന്നം എന്തായിരിക്കാം എന്നാണ് പറഞ്ഞത്? സ്വാർത്ഥ ലാഭമായിരിക്കാം എന്ന്. 47-ാമത്തെ ചോദ്യം ഉപദേശകന്റെ എന്ത് ആദ്യം ഗ്രഹിക്കണമെന്നാണ് പറഞ്ഞത്? അവൻ്റെ ലക്ഷ്യം. 48-ാമത്തെ ചോദ്യം ഉപദേശകൻ നിന്നെ എന്തു ചെയ്തു എന്ന് വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിന്നെ ചതിച്ചെന്ന് വരാമെന്ന്. 49-ാമത്തെ ചോദ്യം ഉപദേശകനെ എന്തു ചെയ്തുകൊള്ളുക എന്നാണ് പറഞ്ഞത്? സൂക്ഷിച്ചുകൊള്ളുക. 50-ാമത്തെ ചോദ്യം ചില ഉപദേശകരുടെ ഉപദേശം എന്തുപരമാണ്? സ്വാർത്ഥപരമാണ്. 51-ാമത്തെ ചോദ്യം ഗോപുരത്തിന് മുകളിലിരുന്ന് നിരീക്ഷിക്കുന്ന എത്ര പേരേക്കാൾ കൂടുതൽ വിവരം നൽകുന്നത് സ്വന്തം ഹൃദയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 7 പേരേക്കാൾ. 52-ാമത്തെ ചോദ്യം എല്ലാ ഉദ്യമവും എന്തിൻ്റെ തുടർച്ചയാണ്? ആലോചനയുടെ. 53-ാമത്തെ ചോദ്യം എന്താണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം? ചിന്ത. 54-ാമത്തെ ചോദ്യം ചിന്ത എന്തിലാണ് വേരൂന്നിയിരിക്കുന്നത്? ഹൃദയത്തിൽ. 55-ാമത്തെ ചോദ്യം ചിന്തയുടെ ശാഖകൾ ഏതൊക്കെ? നന്മയും തിന്മയും ജീവനും മരണവും. 56-ാമത്തെ ചോദ്യം ചിന്തയുടെ ശാഖയുടെ നിയന്താവ് ആര്? നാവ്. 58-ാമത്തെ ചോദ്യം ആരെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ഇല്ല? കർത്താവിനെ ഭയപ്പെടുന്നവൻ. 59-ാമത്തെ ചോദ്യം കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ പ്രത്യാശ ആര്? കർത്താവ്. 60-ാമത്തെ ചോദ്യം കർത്താവ് ആരെയാണ് കടാക്ഷിക്കുന്നത്? തന്നെ സ്നേഹിക്കുന്നവരെ. 61-ാമത്തെ ചോദ്യം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് അവർക്ക് ചുടുകാറ്റിൽ എന്താണ്? അഭയകേന്ദ്രം. 62-ാമത്തെ ചോദ്യം കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് എന്താണ് പ്രകാശിപ്പിക്കുന്നത്? കണ്ണുകളെ. 63-ാമത്തെ ചോദ്യം കർത്താവിനെ ആരുടെ മുമ്പിൽ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അന്യജനതകളുടെ മുമ്പിൽ. 64-ാമത്തെ ചോദ്യം കർത്താവ് എന്തൊക്കെ പ്രദാനം ചെയ്യുന്നു? സൗഖ്യവും ജീവനും അനുഗ്രഹവും. 65-ാമത്തെ ചോദ്യം ആർക്ക് പ്രതിഫലം നൽകണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്. 66-ാമത്തെ ചോദ്യം കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ എന്ത് തെളിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത. 67-ാമത്തെ ചോദ്യം എന്ത് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന്. 68-ാമത്തെ ചോദ്യം ജെറുസലേം കർത്താവിന് എന്തൊക്കെയാണ്? കർത്താവിൻ്റെ വിശ്രമ സങ്കേതവും കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരവും. 69-ാമത്തെ ചോദ്യം അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ ഘോഷം കൊണ്ട് ആരെ നിറയ്ക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിയോനെ. 70-ാമത്തെ ചോദ്യം ഇസ്രായേലിനെ കർത്താവ് എങ്ങനെയാണ് പരിഗണിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ആദിജാതനെ പോലെ. 71-ാമത്തെ ചോദ്യം ആരുടെ ദിനങ്ങൾ സംഖ്യാതീതമാണ്? ഇസ്രായേലിൻ്റെ ദിനങ്ങൾ.
72-ാമത്തെ ചോദ്യം, ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണ്? കൊലപാതകിയാണ്. 73-ാമത്തെ ചോദ്യം, ആരുടെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലാണ്? വേലക്കാരൻ്റെ. 74-ാമത്തെ ചോദ്യം, കർത്താവ് ആരോട് പക്ഷപാതം കാണിക്കുന്നില്ല? ദരിദ്രനോട്. 75-ാമത്തെ ചോദ്യം, ആരുടെ പ്രാർത്ഥന കർത്താവ് അവഗണിക്കുകയില്ല? അനാഥന്റെ പ്രാർത്ഥന. 76-ാമത്തെ ചോദ്യം, ആരുടെ പരാതികൾ കർത്താവ് അവഗണിക്കുകയില്ല? വിധവയുടെ. 77-ാമത്തെ ചോദ്യം, ആരാണ് തൻ്റെ പ്രാർത്ഥന കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ സ്വസ്ഥനാവുകയില്ലാത്തത്? വിനീതൻ. 78-ാമത്തെ ചോദ്യം, കർത്താവ് ആരുടെ കൂട്ടത്തെ നിർമ്മാർജ്ജനം ചെയ്യും? ധിക്കാരികളുടെ. 79-ാമത്തെ ചോദ്യം, അന്യജനതകൾ എന്ത് ദർശിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിച്ചത്? കർത്താവിൻ്റെ ശക്തി. 80-ാമത്തെ ചോദ്യം, ആർക്കെതിരെ കരം ഉയർത്തണമേ എന്നാണ് പ്രഭാഷകൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? അന്യജനതകൾക്കെതിരെ. 81-ാമത്തെ ചോദ്യം, അന്യജനതകൾ എന്ത് മനസ്സിലാക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന്. 82-ാമത്തെ ചോദ്യം, എന്തൊക്കെ വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച്. 83-ാമത്തെ ചോദ്യം, കോപത്തെ ഉണർത്തി എന്ത് വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ക്രോധം വർഷിച്ച്. 84-ാമത്തെ ചോദ്യം, അവശേഷിക്കുന്നവൻ കർത്താവിൻ്റെ എന്തിൽ ദഹിക്കുകയും ചെയ്യട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കോപാഗ്നിയിൽ. 85-ാമത്തെ ചോദ്യം, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തു ചെയ്യണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ അവകാശം മുമ്പിലത്തേതുപോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ എന്ന്. 86-ാമത്തെ ചോദ്യം, പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ത്? ഭാര്യ. 87-ാമത്തെ ചോദ്യം, നഗരം തോറും ചുറ്റി നടക്കുന്ന ആരെ ആര് വിശ്വസിക്കും? കൊള്ളക്കാരനെ. 88-ാമത്തെ ചോദ്യം, വ്യാപാരിയോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിലയെപ്പറ്റി. 89-ാമത്തെ ചോദ്യം, എന്തിൽ അതിര് കവിഞ്ഞ അഭിനിവേശം അരുത്? ആഡംബരത്തിൽ. 90-ാമത്തെ ചോദ്യം, അമിത ഭോജനം അനേകരുടെ എന്തിന് ഇടയാക്കിയിട്ടുണ്ട്? മരണത്തിന്. 91-ാമത്തെ ചോദ്യം, സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നതിനെ എന്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു? നാവ് രുചി കൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ. 92-ാമത്തെ ചോദ്യം, ഒരു വർഷത്തേക്ക് കൂലി കൊടുത്തവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ജോലി പൂർത്തിയാക്കുന്നതിനെപ്പറ്റി. 93-ാമത്തെ ചോദ്യം, വിനീതൻ തൻ്റെ പ്രാർത്ഥന എവിടെ എത്തുന്നതുവരെ സ്വസ്ഥനാവുകയില്ല? കർത്തൃസന്നിധിയിൽ എത്തുന്നതുവരെ. 94-ാമത്തെ ചോദ്യം, 36:12 വാക്യമനുസരിച്ച് ശത്രു രാജാക്കന്മാർ എന്താണ് ജൽപ്പിക്കുന്നത്? ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന്. 95-ാമത്തെ ചോദ്യം, എന്തില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും? വേലിയില്ലാത്ത വസ്തു. 96-ാമത്തെ ചോദ്യം, ദൈവഭക്തൻ്റെ എന്ത് അനുഗ്രഹീതമാണ്? ആത്മാവ്. 97-ാമത്തെ ചോദ്യം, വാങ്ങുന്നവനോട് എന്തിനെപ്പറ്റി ആലോചന നടത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? വിൽപ്പനയെപ്പറ്റി. 98-ാമത്തെ ചോദ്യം, കർത്താവിൻ്റെ മഹത്വം കൊണ്ട് എന്തിനെ നിറയ്ക്കണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിൻ്റെ ആലയത്തെ. 99-ാമത്തെ ചോദ്യം, തൻ്റെ എന്തിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകുകയില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്? തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി. 100-ാമത്തെ ചോദ്യം, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് അവർ ഇടറാതിരിക്കാൻ കർത്താവ് അവർക്ക് എന്താണ്? സംരക്ഷണമാണ്. അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.